ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത് വീക്കെൻഡിലാണ്. അപ്പോൾ വീക്കെൻഡ് സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് കൂടുതൽ കുക്കിങ്ങും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. കാര്യം എന്ന് വെച്ചാൽ സാറ്റർഡേയ്സിലും സൺഡേയ്സിലൊക്കെ ഇക്ക വീട്ടിലുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള കുക്കിങ്ങിൻ്റെ കുറച്ച് പാർട്സും അതുപോലെ തന്നെ ഞാൻ കഴിച്ച എൻ്റെ ഈ ഒരു ദിവസം ഞാൻ കഴിച്ച എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, അതുമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ചിക്കൻ കറി വെക്കുകയാണ്. അപ്പോൾ ചായയും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സാറ്റർഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചിക്കൻ കറിയും അതുപോലെ തന്നെ നൈസ് പത്തിരിയുമാണ്. അപ്പോൾ റെഡിയാക്കണം. ഞാൻ ചിക്കൻ കറിയുടെ റെസിപ്പിയും കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യാത്തത് പല പ്രാവശ്യം ഞാനതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഒരു കുക്കിംഗ് പരമായിട്ട് കുക്കിംഗ് റെസിപ്പീസും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് കുക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ കഴിച്ച ഐറ്റംസും കൂടെ ഒന്ന് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പത്തിരി ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറി എന്ന് പറയുന്നത് കുറച്ച് നേരം കൂടെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്നൊരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സും കൂടെ ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ കിടന്നതിന് ശേഷം ഓഫാക്കാമെന്ന് വിചാരിച്ചു. ചായയും റെഡിയാക്കിയിട്ടുണ്ട്, ഏലക്കയാക്കിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചായ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ടേബിളിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ കഴിക്കുന്ന എനിക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ എടുക്കുന്ന വിശേഷവും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ അതുമാത്രമല്ല, കുറച്ച് ലഞ്ചിൻ്റെ കുറച്ച് കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് പറയുന്ന പോലെ തന്നെ ചെറിയ പാർട്സ് ലഞ്ച് കുക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ലഞ്ച് പ്രിപ്പറേഷൻ്റെ ചെറിയ പാർട്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലഞ്ചിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ തനി നാടൻ ഉച്ചയൂണ് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പുറത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് പുറത്ത് പോകുന്ന പുറത്ത് പോയിട്ടാണ് നമ്മൾ ഇന്ന് ചെറിയ രീതിയിലൊരു ഡിന്നർ കഴിക്കുന്നത്. അതും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിംഗ് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ടേബിളിലേക്ക് ഒരു ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇത് എൻ്റെ 1 കപ്പ് ചൂട് ചായ. പിന്നെ ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള 2-3 പത്തിരിയും ചിക്കൻ കറിയുമാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ഈ വീക്കെൻഡിൽ, അതായത് സാറ്റർഡേയിൽ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വാട്ട് ഈറ്റ് ഇൻ എ ഡേയിൽ ഉൾപ്പെടുത്താനുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എല്ലാവരും ഉള്ളതുകൊണ്ടും തിരക്കും കാര്യങ്ങളൊക്കെ കാരണം ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മുടെ ഈവനിങ് ടീ ആൻഡ് സ്നാക്കും അങ്ങനെയുള്ള വിശേഷങ്ങളൊന്നും എനിക്ക് എല്ലാവരുമായിട്ട് കസിൻസൊക്കെ ആയിട്ട് ഇരുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് ബിസിയായി പോയതുകൊണ്ട് എനിക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ കുറച്ച് തൊട്ടടുത്തുള്ള ഒരു കഫ്റ്റീരിയ ഉണ്ട്, അവിടെ പോയി ബ്രോസ്റ്റ് കഴിക്കുകയാണ് ഡിന്നറിന്. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു വിശേഷങ്ങൾ, വലിയ ഔട്ടിംഗ് എന്നൊന്നും പറയാനുള്ളതില്ല. നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ പോയി ജസ്റ്റ് ഒരു ഡിന്നർ പോലെ കഴിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പത്തിരിയും അതുപോലെ തന്നെ സ്പൈസി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും ചൂട് ചായയും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു തനി നാടൻ ഒരു കേരള സ്റ്റൈല് ലഞ്ച്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് കാണിക്കുന്ന എൻ്റെ ഒരു മീൻകറിയുണ്ട്. ആ മീൻകറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത് നമ്മുടെ നല്ല നാടൻ മത്തി. അപ്പോൾ അത് ഒന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് കൂടുതൽ മത്തി പൊരിക്കുന്നുണ്ട്. നല്ല നാടൻ കുഞ്ഞൻ മത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണ അറിയാതെ നന്നായിട്ട് കഴിച്ചു പോകും. പിന്നെ നമ്മുടെ മത്തി കറി, മീൻ കറിയും ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ മത്തി നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ മീൻ കറി എന്ന് പറയുന്നത് ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാം. ഇതിൽ എൻ്റെ കുക്കിംഗ് വിശേഷങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ മത്തി മീൻ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത് മുരിങ്ങയിലയാണ്. അപ്പോൾ മുരിങ്ങയില ഇവിടെ എന്ന് പറയുന്നത്, മുരിങ്ങയില കുറച്ച് റേറ്റ് ഉള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ ചീരയുണ്ടല്ലോ, ചീരയൊക്കെ വളരെ ചീപ്പ് റേറ്റിന് കിട്ടും. മുരിങ്ങയില എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ റേറ്റ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ മുരിങ്ങയില നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം മുരിങ്ങയില കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒതുക്കിയ തേങ്ങയും കൂടി അതിലേക്കിട്ടതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ചു വെച്ചും തുറന്നു വെച്ചും ഒക്കെ വേവിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരനാണ് ഇന്ന് റെഡിയാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും ലാസ്റ്റ് കുറച്ച് പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത പൊട്ടറ്റോയും. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഉണ്ട് ഐറ്റംസ് എന്ന് പറയുന്നത് ചമ്മന്തിപ്പൊടിയും അച്ചാറും അതുപോലെ തന്നെ കേടും ഒക്കെ. മീൻകറി ഉള്ളത് കൊണ്ട് തന്നെ കേടും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ മീൻകറിയുടെ കൂടെ തൈരെന്ന് പറയുന്നത് വിരുദ്ധാഹാരമാണ്. പക്ഷേ എന്നുമല്ല, വല്ല കാലത്തുമൊക്കെ നമ്മളിടയ്ക്ക് ഇങ്ങനെ മീൻകറിയുടെ കൂടെ എന്തോ തൈര് ഇവിടെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ചിൻ്റെ കിച്ചൺ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ടേബിളിലേക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുരിങ്ങയില തോരനായിട്ട് ഇന്ന് മുരിങ്ങയില തോരനാണ്. പിന്നെ കുറച്ച് കൂടുതൽ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മത്തി നല്ല മുറുക്കി പൊരിക്കണം. നമുക്ക് മത്തി നന്നായിട്ട് മുറുക്കി പൊരിക്കണം, അതാണ് ഇഷ്ടം. പിന്നെ മത്തി കറിയും, പിന്നെ ചൂട് ചോറ്, പിന്നെ ചമ്മന്തിപ്പൊടി, അതുപോലെ തന്നെ കേട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിന്ന് മുട്ടയോ അതുപോലെ തന്നെ പപ്പടം ആ വക ഐറ്റംസ് ഒന്നും പൊരിക്കുന്നില്ല. കാരണം ആവശ്യത്തിൽ കൂടുതലുള്ള കറികൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള തനി നാടൻ ലഞ്ച്. ഒരു കേരള സ്റ്റൈൽ ലഞ്ച് എന്നൊക്കെ പറയാം. അപ്പോൾ നല്ല കോട്ടയം സ്റ്റൈൽ, നല്ല മുളകിട്ട, നല്ല പുളിയിട്ട, വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ ഒരു മീൻകറി. അപ്പം ഇവിടെ ഇങ്ങനെ കുറേ നാളായി എപ്പോഴും മത്തി ഫ്രൈ ചെയ്യലാണ്. ഫിഷാണേലും പ്രോൺസ് ആണേലും കൂടുതൽ ഫ്രൈ ചെയ്യലാണ്. അപ്പോൾ കുറച്ച് ദിവസം കൂടിയിട്ടാണ് നമ്മൾ മീൻ കറി വെക്കുന്നത്. അപ്പോൾ മീൻ കറി എന്ന് പറയുന്നത് ചോറിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പുട്ടിന് അതുപോലെ തന്നെ അപ്പത്തിന്, ദോശയ്ക്കും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ചട്ടിയിൽ തന്നെ വെച്ചതുകൊണ്ട് തന്നെ അത് 1-2 ദിവസം കേടുകൂടാതെ പുറത്ത് തന്നെ ഇരുന്നോളുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഉപയോഗിക്കാൻ നേരത്ത് നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ലഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്ന ലഞ്ചെന്ന് പറയുന്നത്. നല്ല ചൂട് ചോറ്, അതിലേക്ക് കുറച്ച് കൂടുതൽ മീൻകറി, പിന്നെ കുഞ്ഞൻ മത്തി പൊരിച്ചത്, പിന്നെ മുരിങ്ങയിലത്തോരനൊക്കെ നമ്മുടെ ഭയങ്കര ഫേവറേറ്റാണ്. നാടൻ കറികളൊക്കെ ഭയങ്കര ഒരു താല്പര്യമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ചീരത്തോരനും അതുപോലെ തന്നെ മുരിങ്ങയിലത്തോരനൊക്കെ ഭക്ഷണത്തിൽ ഇപ്പോൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മീൻകറിയുടെ കൂടെ ഈ ഒരു ഇലത്തോരൻ ഉണ്ടല്ലോ, എൻ്റെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് മുരിങ്ങയിലയുടെ കൂടെ മീൻകറി വെച്ചത്. ഓക്കെ, അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം വൈകുന്നേരത്തെ കുറേ വിശേഷങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ കസിനും ഇത്തായും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ പോയി.
അവർക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ പോയി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഒരു ചെറിയൊരു മിനി പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കഫ്റ്റീരിയ ഉണ്ട്, കായിക്കാസ് കഫേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്രോസ്റ്റ് കിട്ടും. പിന്നെ ഔട്ട്ഡോർ നമുക്ക് പുറത്തിരുന്ന് കഴിക്കാം. ക്ലൈമറ്റ് ഇപ്പം രാത്രി എന്ന് പറയുന്നത് ചൂടും അല്ല തണുപ്പും അല്ലാത്ത ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ ക്ലൈമറ്റ് ഓക്കെ ആയതുകൊണ്ട്, സ്യൂട്ടബിൾ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു പാഴ്സൽ വാങ്ങണ്ട, പുറത്ത് തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ പുറത്തായതുകൊണ്ട് രസമുണ്ടായിരുന്നു, നമുക്ക് കുറച്ച് നേരം വെയിറ്റിംഗ് ആണെങ്കിലും രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റ് ഒരു 6 പീസ് ബ്രോസ്റ്റഡ് ചിക്കനും അതുപോലെ തന്നെ ബണ്ണ്, നല്ല ചൂടോട് കൂടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെന്താ ടൊമാറ്റോ സോസ്, മയോണൈസ്, കോൾസ്ലോ, അങ്ങനെ. പിന്നെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യാത്ത വിത്തൗട്ട് ഷുഗർ ഇട്ടിട്ടുള്ള വാട്ടർമെലൺ ജ്യൂസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ ഇവിടുത്തെ ബ്രോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളിൽ നല്ല ജ്യൂസി ആൻഡ് സ്പൈസിയാണ്, പുറമേ നല്ല ക്രിസ്പിയാണ്. ഇവിടെ ബ്രോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര, കായിക്കാസ് കഫേയിലെ ബ്രോസ്റ്റ് എന്ന് പറയുന്നത് നല്ല മൂവിങ് ആയിട്ടുള്ള ഐറ്റമാണ്. നമ്മൾ വന്നിരുന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഭയങ്കര തിരക്കാണ്. കുറേ നേരം ഒരു 45 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു.